നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഈ സീസൺ അവസാനിക്കാൻ പോവുകയാണല്ലോ. 1.5 മാസക്കാലം കൂടിയാണ് ഇനി മത്സരങ്ങൾ ബാക്കിയുള്ള അവസാന സ്ട്രെച്ചിലെത്തിക്കഴിഞ്ഞു എന്നർത്ഥം. ഇപ്പോൾ ഈ സീസണിൽ ഇനി ട്രബിൾ സാധ്യതയുള്ളത് യൂറോപ്പിലെ ടോപ്പ് 5 ലീഗുകളിൽ 3 ടീമുകൾക്ക് മാത്രമാണ്. ഒന്ന് ഇന്റർ മിലാനാണ്. ഇന്റർ മിലാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സിരിയയിൽ കാര്യങ്ങളൊന്ന് ടൈറ്റായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇന്നലെ അവർ ബൊളോഞ്ഞയോട് തോറ്റതും നാപ്പോളി ഒപ്പം പിടിച്ചതും ഒപ്പത്തിനൊപ്പമാണ് 71 പോയിൻറ്റുമായിട്ട് സിരിയയിൽ നിൽക്കുന്നത്. അപ്പോൾ അവരുടെ സിരിയ കിരീട സാധ്യത ഇപ്പോഴും വളരെ സജീവം തന്നെയാണ്. കാരണം ഗോൾ ഡിഫറൻസിൽ അവർ ഏറെ മുന്നിലാണ്. ഇനി കാലിടറാതിരിക്കുക എന്നതേ ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ അവരുടെ ഒരു സിരിയ കിരീട സാധ്യത വിൻ പ്രോബബിലിറ്റി കണക്കാക്കുന്നത് 60%. അതേസമയം യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ അവരിപ്പോൾ സെമി ഫൈനലിലാണല്ലോ. എന്തായിരിക്കും അവരുടെ FC ബാഴ്സലോണയ്ക്കെതിരെയുള്ള പ്രകടനം? സെമിയിൽ വിജയിച്ച് കയറാൻ പറ്റും, അതൊക്കെ കാത്തിരുന്ന് കാണണം. 16% അവരുടെ UCL വിന്നിംഗ് പ്രോബബിലിറ്റി സ്കോർ 90 കണക്കാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ കൊപ്പ ഇറ്റാലിയയിൽ അവരുടെ വിന്നിംഗ് പ്രോബബിലിറ്റി കണക്കാക്കുന്നത് 52%. ഇതാണ് അവരുടെ ട്രബിളിനുള്ള സാധ്യത. അതേസമയം ലീഗ് വണ്ണിൽ ഇപ്പോൾ ഓൾറെഡി ലീഗ് 1 കിരീടം സ്വന്തമാക്കി കഴിഞ്ഞു PSG-ക്ക് ഇനി ഫ്രഞ്ച് ഡൊമസ്റ്റിക് മത്സരങ്ങളിൽ പ്രധാനമായിട്ടും നേടേണ്ടത് കോപ്പ് ഡി ഫ്രാൻസ് ആണ്. കോപ്പ് ഡി ഫ്രാൻസിൽ അവരുടെ കിരീട സാധ്യത സ്കോർ 90 കണക്കാക്കുന്നത് 90% യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ഇത്തവണ എല്ലാവരെയും വിറപ്പിച്ചുകൊണ്ടുള്ളൊരു പ്രകടനവുമായിട്ട് അവർ മുന്നോട്ട് വരികയാണ്. പക്ഷേ അവരുടെ വിന്നിംഗ് സാധ്യത കണക്കാക്കുന്നത് 28%. സോ അതാണ് അവരുടെ ഒരു ട്രബിളിനുള്ള സാധ്യത. ഇനി FC ബാഴ്സലോണ ലലീഗയിൽ ഇപ്പോൾ 1-ാം സ്ഥാനത്താണ്. കൂടുതൽ കിരീട സാധ്യത അവർക്ക് തന്നെയാണ് എന്നതൊരു യാഥാർത്ഥ്യമാണ്. കാലിടറാതിരിക്കുക എന്നുള്ളതാണ് ഇനി ചെയ്യേണ്ടത്. 80% ലലീഗയുടെ അവരുടെ വിന്നിംഗ് പ്രോബബിലിറ്റി സ്കോർ 90 കണക്കാക്കുന്നത്. അതേസമയം യുവേഫ ചാമ്പ്യൻസ് ലീഗിലോ യുവ ടീമിനെ വെച്ചുകൊണ്ട് സെമി ഫൈനലിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് മുന്നോട്ട് പോകാൻ സാധിക്കുമോ, കിരീടത്തിലേക്ക് എത്താൻ സാധിക്കുമോ ഹൻസി ഫ്ലിക്കിന്? അതാണ് കണ്ടറിയേണ്ടത്. ഏതായാലും ഫ്ലിക്കിൻ്റെ ബാഴ്സയ്ക്ക് യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ കിരീട സാധ്യത സ്കോർ 90 കണക്കാക്കുന്നത് 30%. പിന്നെ കോപ്പ ഡെൽ റേ ഇതാ തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞു. അതിൻ്റെ ഫൈനൽ മത്സരം റയൽ മാഡ്രിഡിനെതിരെയാണ്. ആ ഫൈനൽ പോരാട്ടം അവിടെ നമുക്കറിയാം, ഈ സീസണിൽ റയലിനെ നേരിട്ടപ്പോഴൊക്കെ ബാഴ്സയുടെ യുവനിര മിന്നും പ്രകടനം നടത്തി വിജയിച്ച് കയറിയിട്ടുണ്ട്. അതിൻ്റെ ഒരു തുടർച്ച ആരാധകർ പ്രതീക്ഷിക്കുന്നു. പക്ഷേ ലെവൻഡോസ്കിയുടെയും ബാൽഡയുടെയും ഒക്കെ പരിക്ക് അവർക്കൊരു തിരിച്ചടി തന്നെയാണ്. ഏതായാലും 59% കോപ്പ ഡെൽ റേയിലെ അവരുടെ വിന്നിംഗ് പെർസെൻറ്റേജ് കണക്കാക്കിയിരിക്കുന്നത്. എന്തായാലും ഇതിൽ ഏതൊക്കെ ടീമുകൾക്ക് ട്രബിൾ കംപ്ലീറ്റ് ആക്കാൻ കഴിയും, കാത്തിരുന്ന് കാണാം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.